നമുക്കറിയാം, കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളത്തെ ഒരു 50 വർഷം പിറകിലേക്ക് കൊണ്ടുപോയതല്ലാതെ ഒരു വളർച്ചയും ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ 10 മടങ്ങായിട്ടുള്ള വികസനം പ്രാപിച്ചു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ആന്ധ്രാപ്രദേശ്, സൗത്ത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച് വികസനത്തിൻ്റെ കുതിപ്പ് നടത്തുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. കാരണം എന്താ? ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുമായിട്ടുള്ള സഖ്യമാണത്. 10,000-കണക്കിന് കോടി രൂപയാണ് ആന്ധ്രാപ്രദേശിലേക്ക് ഒഴുകുന്നത്. നിരവധി ഹൈവേകൾ, നിരവധി വികസന പ്രഖ്യാപനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടികളുടെ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ഷേപിക്കുന്നവരും മുതലക്കണ്ണുനീരൊഴുക്കുന്നവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടത്. ഈ ഒരു സഖ്യത്തിൽ കൂടി കേരളം എന്തുകൊണ്ടൊരു ആന്ധ്രാപ്രദേശ് ആയിക്കൂടാ? കേരളം എന്തുകൊണ്ട് ഒരു ഗുജറാത്ത് ആയിക്കൂടാ? എന്തുകൊണ്ട് 10,000-കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച ഒരു സംസ്ഥാനമായിക്കൂടാ? അപ്പോൾ അതാണ് ഞങ്ങൾ ലക്ഷ്യം കാണുന്നത്. ഇപ്പോൾ പല ആളുകളും, പ്രത്യേകിച്ച് CPM-കാരും കോൺഗ്രസ്സുകാരും മുതലക്കണ്ണുനീരൊഴുക്കുകയാണ് ഞങ്ങളുടെ ഈ സഖ്യത്തെ ഓർത്ത്. പരസ്പരം തെറി വിളിച്ച് ബദ്ധശത്രുക്കളായിരുന്ന ആളുകൾ ഒരേ വാഹനത്തിൽ അരിവാൾ ചുറ്റിയും കൈപ്പത്തിയും കെട്ടി 2020-യെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ ഈ ആശയമെല്ലാം എവിടെയായിരുന്നു? അന്നൊന്നും ആർക്കും ഈ മുതലക്കണ്ണീര് കണ്ടില്ലല്ലോ. അപ്പോൾ അത്രയും നീചമായിട്ടുള്ള വൃത്തികെട്ട ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയപ്പോൾ ആരും അതിനെപ്പറ്റി പരിതപിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇന്ത്യ ഭരിക്കുന്ന 140 കോടി ജനങ്ങൾ ഒരു തവണയല്ല, തുടർച്ചയായിട്ട് 3-ാം തവണയും തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്, മോഡി സർക്കാർ, അതിനോടാണ് ഞങ്ങൾ സഖ്യം ചേർന്നിരിക്കുന്നത്. അല്ലാതെ ഈ കേരളം കട്ടുമുടിച്ച് നശിപ്പിച്ച് ഇന്നത്തെ സാഹചര്യമാക്കിയ ഇടതിനോടോ വലതിനോടോ അല്ല, ഇന്ത്യ ഭരിക്കുന്ന 12 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയോടാണ് ഞങ്ങൾ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഈ പറയുന്ന 12 വർഷം മുമ്പ് ലോകം മുഴുവനായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. പലപ്പോഴും പല സ്ഥലത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഇന്ത്യക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-ാം കിട രാജ്യത്തിൽ നിന്ന് വരുന്ന പട്ടിണി കിടക്കുന്ന ആളുകളായിട്ടാണ് നമ്മളെ കണ്ടിരിക്കുന്നത്. വളരെ പുച്ഛത്തോടെയാണ് ഇന്ത്യക്കാരെ വീക്ഷിച്ചിരുന്നത്. തല കുനിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറി. ഇന്ന് തല ഉയർത്തി നിൽക്കാം ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നിൽക്കാവുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. ആരാണ് ആ മാറ്റം കൊണ്ടുവന്നത്? അവരുമായിട്ടാണ് ഞങ്ങൾ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കുന്നവർക്ക് എതിർക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കണം, കേരളം ഒരു അനാഥാലയമായിട്ടാണോ മാറേണ്ടത്?